നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിൽ 2000-ന്റെ തുടക്ക വർഷങ്ങളിൽ നിറഞ്ഞു നിന്ന നായികാ നടിമാരാണ് മീര ജാസ്മിനും കാവ്യ മാധവനും. സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ രണ്ടുപേരും മുന്നേറി. ബാലതാരമായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന കാവ്യ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയാണ് നായികയായി തുടക്കം കുറിക്കുന്നത്. സൂത്രധാരൻ എന്ന സിനിമയിലൂടെയായിരുന്നു മീര ജാസ്മിന്റെ അരങ്ങേറ്റം. രണ്ടുപേരുടെയും ആദ്യ നായകൻ ദിലീപായിരുന്നു. ദിലീപിനൊപ്പം മികച്ച കെമിസ്ട്രി കാവ്യ മാധവനും മീര ജാസ്മിനും ഉണ്ടായിരുന്നു. മലയാളത്തിൽ മാത്രമാണ് കാവ്യ മാധവൻ ശ്രദ്ധ നൽകിയത്. അതേസമയം മീര ജാസ്മിൻ തമിഴകത്തേക്കും തെലുങ്കിലേക്കും കടന്നു കഴിഞ്ഞിരുന്നു. അഭിനയിച്ച ഭാഷകളിലെല്ലാം ഹിറ്റുകൾ സൃഷ്ടിക്കാൻ നടിക്ക് സാധിച്ചു. ഒരു ഘട്ടത്തിൽ മീര സിനിമ ലോകത്തു നിന്നും അകന്നു. ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് നടി. ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യയും അഭിനയ രംഗം വിട്ടു. 2016 പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത്. കരിയറിലെ തിളക്കമേറിയ കാലത്ത് കാവ്യ അഭിനയിച്ച സിനിമയാണ് അനന്തഭദ്ര. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കാവ്യയ്ക്ക് പ്രത്യേക ഭംഗിയുണ്ടെന്ന് ആരാധകർ പറയുന്നു. ഭദ്ര എന്ന കഥാപാത്രത്തെ നടി അവസ്മരണീയമാക്കി. യഥാർത്ഥത്തിൽ കാവ്യ ആയിരുന്നില്ല ഈ സിനിമയിൽ നായികയാകേണ്ടിയിരുന്നത്, മീര ജാസ്മിൻ ആയിരുന്നു. മീരയ്ക്ക് പുറമെ കാസ്റ്റിംഗിൽ മറ്റു ചിലരും അനന്തഭദ്രത്തിൽ മാറിയിട്ടുണ്ട്. അനന്തഭദ്രം ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് സാബു സിറിലായിരുന്നു. സിനിമ സമരവും മറ്റും കാരണം ആ സമയത്ത് സാസു സിറിലിന് സിനിമ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് സന്തോഷ് ശിവനിലേക്ക് ചിത്രം എത്തുന്നത്. സന്തോഷ് ശിവൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത ഒരു സിനിമ കൂടിയാണ്. നായികയിലും അതോടെ മാറ്റം വന്നു. അനന്തഭദ്രത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് മനോജ് കെ ജയൻ എന്ന ദിഗംബരൻ എന്ന കഥാപാത്രമാണ്. ആദ്യം ഈ കഥാപാത്രത്തിനായി മമ്മൂട്ടിയെ പരിഗണിച്ചിരുന്നു. എന്നാൽ ഇത് നടന്നില്ല. മനോജ് കെ ജയൻ തനിക്ക് ലഭിച്ച കഥാപാത്രം അവസ്മരണീയമാക്കുകയും ചെയ്തു. മീര ജാസ്മിൻ ആയിരുന്നെങ്കിൽ ഭദ്ര പ്രേക്ഷക പ്രീതി നേടുമോ എന്ന ചോദ്യവുമുണ്ട്. അനന്തഭദ്രത്തിലെ ഗാനങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും കാവ്യയെ പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ്. കാവ്യ അല്ലായിരുന്നെങ്കിൽ ഈ കഥാപാത്രം വിജയിക്കില്ലായിരുന്നു എന്നൊരു അഭിപ്രായവുമുണ്ട്. ഇത്രയും ജനപ്രീതി നേടിയ കഥാപാത്രം കാവ്യയ്ക്ക് പിന്നീട് അധികം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കുടുംബജീവിതത്തിലേക്കാണ് കാവ്യ ഇന്നും ശ്രദ്ധ നൽകുന്നത്. മറുവശത്ത് മീര വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യൂൻ എലിസബത്ത് ആണ് മലയാളത്തിൽ നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. തമിഴിൽ ടെസ്റ്റ് എന്ന സിനിമയും പുറത്തിറങ്ങാനുണ്ട്. നടിയുടെ പുതിയ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.